ശുദ്ധമായ ഖൽബിന്റെ ഉടമയാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, ഇപ്പോൾ ഇതാ ഈ ഒരു വാതിലിലൂടെ ഡോറിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ കടന്നു വരുന്നു. സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് ഇപ്പോൾ ഈ ഡോറിലൂടെ അകത്തേക്ക് വരാനുണ്ട്. ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആരായിരിക്കും അതിലൂടെ കടന്നു വരുന്നത്? അദ്ദേഹം വലിയ ഭാഗ്യവാനായിരിക്കുമല്ലോ, വലിയ ഇബാദത്തുകാരനായിരിക്കുമല്ലോ. അങ്ങനെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ ഒരു സാധുവായ ഒരു സ്വഹാബി കയ്യിൽ 2 ചെരുപ്പും പിടിച്ചുകൊണ്ട് അവിടത്തേക്ക് കടന്നു വരുന്നു. വന്നു ഒരു മൂലയിലിരിക്കുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം അതുപോലെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. അന്നും അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇപ്പോൾ ഇതാ ഈ ഡോറിലൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നവരാളോ, സ്വർഗം പ്രവേശനം ലഭിക്കുന്നവരാളോ ഇതിലൂടെ ഇപ്പോൾ കടന്നു വരും കേട്ടോ. സ്വഹാബത്ത് ഇങ്ങനെ കാത്തു നിന്നാരായിരിക്കാം വരുന്നത്? നോക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം ആരാണോ വന്നത് അതേ സ്വഹാബി കടന്നു വരുന്നു. മൂന്നാമത്തെ ദിവസവും ഒരുമിച്ച് കൂടുന്നു. അന്നും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ഡോറിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവരാൾ ഇപ്പോൾ കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അതേ സ്വഹാബി ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ചിന്തിക്കുകയാണ്, അല്ലാഹ് എന്തൊരു വലിയ പവറാണ് ഇയാൾക്ക് കിട്ടിയത്. അല്ലാഹുവിന്റെ സ്വർഗം ഉറപ്പായ ഒരു മനുഷ്യനാണല്ലോ. ഇയാളെ ജീവിതം എത്ര സംശുദ്ധമായിരിക്കാം, ഇദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ എത്ര വലുതായിരിക്കാം. ഈ സ്വർഗം നേടാൻ ഇദ്ദേഹം ചെയ്ത അമലുകൾ ഇബാദത്തുകൾ എന്തായിരിക്കാം? അങ്ങനെ ആലോചിച്ച അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിന്റെ അരികിൽ പോയി പറയുന്നു, എനിക്ക് നിങ്ങളെ കൂടെ നിങ്ങളെ ഒന്നിച്ച് ഒരു 3 ദിവസം താമസിക്കണം. നിങ്ങളെ വീട്ടിൽ ഒന്നിച്ച് എനിക്ക് താമസിക്കണം. നിങ്ങളെ വീട്ടിലേക്കൊന്ന് ഞാൻ വരട്ടെയോ? അപ്പോൾ അദ്ദേഹം സമ്മതം കൊടുക്കുന്നു. അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിക്കുന്നു 3 ദിവസം. 3 ദിവസം അദ്ദേഹം നിരീക്ഷിക്കുകയാണ് ഈ സ്വഹാബിയുടെ അമലുകൾ എന്താണ്. ഇദ്ദേഹം രാത്രി ഉറങ്ങാതെ ഇബാദത്ത് എടുക്കുന്നുണ്ടോ? ഇദ്ദേഹം പകൽ സമയം നോമ്പ് നോക്കുന്നുണ്ടോ? ഇദ്ദേഹം എല്ലാ സമയം ഖുർആൻ ഓതുന്നുണ്ടോ? എല്ലാ സമയം ദിക്റുകൾ ചൊല്ലുന്നു? ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. 3 ദിവസമായി, പക്ഷേ കാണുന്നില്ല. രാത്രി സമയത്ത് ഉറങ്ങാതെ നിസ്കരിക്കുന്ന കാഴ്ച കാണുന്നില്ല. പകല് സമയം നോമ്പ് പിടിക്കുന്നതും കാണുന്നില്ല. സദാസമയം ദിക്റുകളോ ഖുർആനോ ഒന്നും കാണുന്നില്ല. അവസാനം 3-ാമത്തെ ദിവസം അബ്ദുല്ലാഹിബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്, സഹോദരാ, ഞാൻ നിങ്ങളെ കൂടെ കൂടാൻ കാരണം എന്താണറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ വരുന്നതിനേക്കാൾ മുമ്പ് ആ പള്ളിയുടെ ഒരു വാതിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വാതിലിലൂടെ കടന്നു വരുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന ആളായിരിക്കുമെന്ന്. നോക്കുമ്പോൾ 3 ദിവസം കടന്നു വന്നത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത അമൽ എന്താണ്, നിങ്ങളെ ഇബാദത്തുകൾ എന്താണ് എന്ന് നോക്കാനാണ് ഞാൻ ഇവിടെ വന്നുകൂടിയത്. ആ സമയം
ആ സ്വഹാബി പറയുന്നു, അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസിനോട് പറയുന്നു, ഞാൻ വലിയ ഇബാദത്ത് ഏറനല്ല, ഞാൻ കൂടുതൽ ഇബാദത്ത് ചെയ്തവനല്ല. പക്ഷേ അള്ളാന്റെ റസൂൽ അങ്ങനെ പറയാനുള്ള രഹസ്യം അതെന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചു വരുന്നൊരു കാര്യമാണ്. എന്താണറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളോടും പകവെക്കാറില്ല. ഒരു മുസ്ലിമിനോടും എന്റെ കൽബിൽ വൈരാഗ്യമില്ല. ഒരു മുസ്ലിമിനോടും എന്റെ ഹൃദയത്തിൽ വെറുപ്പില്ല. എന്നോട് എന്ത് അക്രമം ചെയ്താലും ഇങ്ങോട്ട് എന്ത് ദുൽമ ചെയ്താലും ഞാൻ ഒരാളോടും വിദ്വേഷമോ പകയോ അരിശമോ ദ്വേഷമോ വെറുപ്പോ ഒന്നും അവരോട് കാണിക്കാറില്ല. അതുകൊണ്ടായിരിക്കാം അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ശുദ്ധമായ ഖൽബിന്റെ ഉടമകളാണോ അവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ.